പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒട്ടനവധി അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും ചെയ്യുന്ന ഒരു നിക്കാഹിന്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഉങ്ങുങ്ങൽ സ്വദേശി പാലപ്പെട്ടി അഷ്റഫ് സാഹിബിന്റെ മകൻ നബീലും പറമ്പിൽ പീടിക സ്വദേശി കൊങ്ങാടൻ കുട്ടി ഹസൻ സാഹിബിന്റെ മകൾ ഹാമിദയും തമ്മിൽ സ്വർണ്ണാഭരണങ്ങൾ മഹർ നിശ്ചയിച്ച് നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനും അവരുടെ സംതൃപ്തമായ സമാധാനമുള്ള ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലെ ഒന്നിലധികം വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ സദസ്സുകളിലും അവർക്ക് ഉപകാരപ്പെടാവുന്ന അല്പം ചില ഉപദേശ നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കാറുണ്ടായിരുന്നു എന്ന മാർഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിക്കാഹിന്റെ തൊട്ടു മുൻപ് ഏതാനും ചില കാര്യങ്ങൾ പരിചയപ്പെടുത്താറുള്ളത്. രണ്ട് വ്യക്തികളല്ല ഇവിടെ കുടുംബമായി കൂടിയോജിക്കുന്നത്, നിരവധി കുടുംബങ്ങളാണ്. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു തീരുമാനിക്കുന്ന ബന്ധങ്ങളാണ് കുടുംബ ബന്ധം. ഇന്നുവരെ നബീലിന്റെ കുടുംബത്തിൽ ആരുമല്ലാതിരുന്ന കുട്ടി ഹസൻ സാഹിബ് ഇന്നവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർക്കപ്പെടുന്ന മുഴുവൻ ബന്ധങ്ങളെയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കൊണ്ടു നടക്കുകയും ആ ബന്ധങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലർക്കും ബന്ധങ്ങൾക്ക് വേണ്ടത്ര വിലയില്ല. മുഖത്തോട് മുഖം നോക്കാത്തവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ക്ഷണം സ്വീകരിക്കാത്തവർ, അവനുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് വാശി പറയുന്നവർ, പരസ്പരം പകയും വെറുപ്പും മനസ്സിൽ കൊണ്ടു നടന്ന് അള്ളാന്റെ മുൻപിൽ നെറ്റിത്തടം ചേർത്ത് വെച്ച് നമസ്കരിക്കുന്നവർ, ഇന്ന് പരസ്പരം പിണങ്ങുക, അലോക്യത്തിലാവുക എന്നതൊക്കെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാ. ചോദിച്ചു നോക്കൂ, എന്തേ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കൊന്നും പോകാറില്ലേ? അളിയനും പെങ്ങളും നാട്ടുകാരെയൊക്കെ വിളിച്ചൊരു നിക്കാഹ് നടത്തിയപ്പം നിന്നെ അവിടെ കണ്ടിട്ടില്ലല്ലോ. നമ്മളിൽ ചില ലാഘവത്തോടെ പറയും, ഞങ്ങൾ അത്ര ലോക്യത്തിലല്ല, ഞങ്ങൾ 1-2 കൊല്ലായിട്ട് അലോക്യത്തില. എന്തിന്റെ പേരിൽ? മരിച്ചുപോയ വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ. നിക്കാഹ് പറയാൻ 1-2 ദിവസം വൈകിപ്പോയതിന്റെ പേരിൽ എത്ര ആളുകളാ നമ്മുടെ കൂട്ടത്തിൽ പിണങ്ങി നടക്കുന്നത്. വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട്, കുടുംബക്കാരോട്, ബന്ധക്കാരോട്, മകൻ കെട്ടിയ വീട്ടുകാരോട്, മകളെ കെട്ടിയ വീട്ടുകാരോട്, അവസാനം മരിക്കുന്നത് വരെ ആ കുടുംബം നന്നാവൂല. മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിക്കടുത്ത് മിമ്പറിന്റെ താഴെ ഉപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് വെക്കുമ്പോ പള്ളിയിലെ ഉസ്താദുമാരോ പള്ളി കമ്മിറ്റിക്കാരോ ഇതുപോലത്തെ ഒരു മൈക്കെടുത്ത് മക്കളെ കൈമ കൊടുക്കും. ആ മൈക്ക് കിട്ടുമ്പോഴേക്കും ചില മക്കള് കണ്ണു നിറഞ്ഞ് ചുണ്ടു വിതുമ്പി നെഞ്ചു പൊട്ടിയിട്ടൊരു ചോദ്യം, മരിച്ചെന്റെ വാപ്പാക്ക് വേണ്ടി നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അങ്ങനെ പൊരുത്തം വാങ്ങാൻ ഇസ്ലാമിൽ എവിടെയാ തെളിവ്? അള്ളാന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങനെ പൊരുത്തം വാങ്ങാൻ പഠിപ്പിച്ചിട്ടില്ല. മദീന പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ റസൂൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഈ മയ്യത്ത് കടം വാങ്ങി കടം വിട്ടാതെ അത് എഴുതി വെക്കാതെ മരിച്ചോനാണെങ്കിൽ ആ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല എന്നല്ലാതെ മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കളോട് പൊരുത്തം വാങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് ജീവിച്ചിരിക്കുന്ന വാപ്പാര് കൈപിടിക്കണം, പൊരുത്തം വാങ്ങണം. അതുകൊണ്ടാണല്ലോ റബീഉൽ അവ്വൽ 12 വഫാത്താകുന്ന റസൂലുള്ള റബീഉൽ അവ്വൽ 10 മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. 13 ദിവസം മേലനങ്ങാൻ പറ്റാതെ ക്ഷീണിച്ച പ്രവാചകൻ എന്തിനാ തലേന്ന് മദീനത്തെ പള്ളിയിൽ വന്നത് എന്നറിയാൻ ആയിരക്കണക്കിന് സഹാബാക്കൾ ആ പള്ളിയിലേക്ക് ഇടിച്ചു കയറി. മിമ്പറിന്റെ 1ാമത്തെ പടിയിലിരുന്ന റസൂലുള്ള മുൻപിലിരിക്കുന്ന സഹാബത്തിന് തന്റെ പെരടിയുടെ വെളുത്ത ഭാഗം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, എന്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നിങ്ങൾക്ക് എന്നോട് അലോക്യം പോയിട്ടുണ്ടെങ്കിൽ, മനസ്സിൽ അതൊരു വെറുപ്പായി ഉണ്ടെങ്കിൽ എനിക്കത് പൊരുത്തപ്പെട്ടു തരണം. അതെന്റെ മുതുകു നോക്കി തല്ലിയാൽ തീരുമെങ്കിൽ
നിങ്ങൾക്ക് എന്റെ മുതുക്കത്ത് നോക്കി ചവിട്ടാം തല്ലാം എന്ന് അള്ളാന്റെ റസൂലുള്ള അവസാനത്തെ വസിയത്തായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് കുടുംബ ബന്ധം മുറിച്ചവൻ അള്ളാന്റെ കബറിലല്ല, പരലോകത്ത് പോലും സമാധാനത്തോടെ ജീവിക്കൂല. ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉർ റഹിമ, കുടുംബ ബന്ധം മുറിച്ചവർ അള്ളാന്റെ സ്വർഗത്തിലില്ല. അത്രക്ക് ഗൗരവ. പക്ഷെ ഇന്നും നമ്മളിൽ പലരും അലോഗ്യത്തില. പല ആളുകളും മരിക്കുന്നത് വരെ ആ കുടുംബം നന്നാക്കാറില്ല. ഇനി ഒന്നും കൂടി കേൾക്കണോ? അങ്ങനെ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാന്റെ ബർക്കത്ത് പോലും ഈ സദസ്സിൽ ഇറങ്ങൂല. മദീന പള്ളിയിൽ പരസ്യമായി മൂത്രമൊഴിച്ച അറാബിയോട് റസൂലുള്ള ഒരക്ഷരം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. മുഴുവനും മൂത്രമൊഴിച്ച അറാബി എന്ന ശത്രുവിനെ സുരക്ഷിതനായി പുറത്തെത്തിച്ച് റസൂലുള്ള പറഞ്ഞു, നിന്നെ ആരും തൊടൂല, നീ പോയിക്കോ. അതേ പ്രവാചകൻ പിറ്റേന്ന് നേരം വെളുത്തപ്പം മദീന പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച് സഹാബത്തിനെ നോക്കി പറഞ്ഞു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവർ, അലോഗ്യത്തിൽ നടക്കുന്നവർ, തമ്മിൽ പിണങ്ങിയവർ, മനസ്സിൽ ശത്രുത കൊണ്ട് നടക്കുന്നവർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോടാ. അള്ളാന്റെ പള്ളിയിൽ നിന്ന് പ്രവാചകൻ ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ, കുടുംബ ബന്ധം മുറിച്ചവരോട്. നെറ്റിത്തടത്തിലെ നിസ്കാരത്തായുമ്പം ഉടുക്കുന്ന പർദ്ദയും ഓതി തീർക്കുന്ന ഖുർആനും അള്ളാന്റെ അടുത്ത് വിലണ്ടാകണമെങ്കിൽ ആദ്യം കുടുംബം നന്നാക്കണം. അതേത് വിഭാഗമാണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും. കാരണം അള്ള ചേർത്തതാ ഓരോ ബന്ധങ്ങളും. നബീലിന്റെ പെണ്ണ ഈ വീട്ടിലെ പെണ്ണെന്ന് നബീല് തെരഞ്ഞു പിടിച്ചതല്ല. ഉമ്മാന്റെ ഗർഭത്തിലെ 4-ാമത്തെ ആഴ്ച നബീലിന്റെ വാര്യലിൽ പടച്ചോനെ എഴുതി വെച്ചതാ. അവന്റെ കുടുംബം ഏതാവണം, അവന്റെ മക്കൾ എങ്ങനെയാവണം, അവരേത് ബന്ധത്തിൽ ചേരണം. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെയും അള്ള സമാധാനത്തോടെ മരിപ്പിക്കില്ല എന്ന് ഞാനല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ ആദ്യം കുടുംബം നന്നാവട്ടെ. പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കട്ടെ. വിട്ടുവീഴ്ചയും ക്ഷമയും കാണിച്ച് നന്നാവേണ്ടവര് നന്നാവട്ടെ. ഇതറിയാത്തവരല്ല നമ്മളാരും. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇപ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഉംറക്ക് പോകാൻ തീരുമാനിച്ച അന്ന് മുതൽ നാട്ടിലെ മഹലിലെ മുഴുവൻ കുടുംബക്കാരെ വീട്ടിലും കയറും. ഇറങ്ങിപ്പോരുമ്പം കൈ പിടിച്ചിട്ട് പറയും, അലി അഹമ്മദ്, എനിക്ക് ഇപ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, എന്റെ പൊരുത്തപ്പെട്ടു തരണം കേട്ടോ. എന്തിനാ? 3.25 ലക്ഷം റുപ്യ മുടക്കുന്ന ഹജ്ജിക്ക് മഖബൂലും അപൂർവമായി കിട്ടണം. ബാക്കിയൊന്നും അള്ളാന്റെ അടുത്ത് മഖബൂലാവണ്ടേ? ഏത് നിസ്കാരവും അള്ള സ്വീകരിക്കണേ, കുടുംബം നന്നാവണം. ആ കുടുംബം അള്ള ചേർത്തി തരുമ്പം ഓരോ ബന്ധങ്ങളെയും അതിന്റെ പവിത്രതയിൽ കൊണ്ടു നടക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് വിവാഹിതനാകുന്ന നബീൽ എന്ന സുഹൃത്തിനോടും സഹോദരി ഹാമിദയോടും മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരോടും ചില ആണുങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മളെ ലുക്കിലാ പെണ്ണുങ്ങൾ വിൽക്കാൻ. ഒറ്റ ദിവസം ഓന്റെ ലുക്കും പവറും കണ്ട് അവനെ മതി എന്ന് പറയും. കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം വീട്ടിക്ക് വരുന്ന മകള് അടുക്കളയിൽ മുഖം കറുത്ത് ഉമ്മാന്റെ കൂടെ സങ്കടപ്പെടുമ്പോ ചില ഉമ്മാര് ചോദിക്കും, എന്തേ മോളെ, എനക്കാ വീട്ടിൽ സുഖല്ലേ? ചില ഉമ്മാര് മുഖത്ത് നോക്കി പെൺമക്കള് കണ്ണീരോടെ പറയും, ഉമ്മ കാണാനുള്ള പവർ തന്നെ ഉള്ളൂ, സ്വഭാവം ഒരു 5 പൈസക്കും പറ്റൂല. നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറെ ആണുങ്ങൾ. നാട്ടിൽ ഭയങ്കര വിലയാണ്. അളിയാക്കിയായി കൊണ്ടടക്കാൻ, കാരണവരായിട്ട് കൊണ്ടടക്കാൻ, അമ്മോശനായിട്ട് കൊണ്ടടക്കാൻ അയാളില്ല, നിശ്ചയവും ഇല്ല, നിക്കാഹും ഇല്ല, മധ്യസ്ഥവും ഇല്ല. നാട്ടില് കോടികളെ വില ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലെ കെട്ടിയ പെണ്ണിന്റെ മക്കളെ എടുത്ത് ഒരു 5 നയാ പൈസന്റെ വില ഉണ്ടാവില്ല. ചില ഭാര്യമാർ അയാളോട് പറയും, നിങ്ങൾക്ക് ചിലപ്പോ നാട്ടുകാരുടെ വില ഉണ്ടാവും, എന്റെ അടുത്ത് നിങ്ങളെ കാണിക്കണ്ട. അന്തേ നിങ്ങളെ തനി സ്വഭാവം നാട്ടുകാർക്കറിയാം, നാട്ടുകാർ നിങ്ങളെ തച്ചൊല്ലും. ഒരാണിന്റെ വില അവനവന്റെ വീട്ടിലെ പെണ്ണ് തീരുമാനിക്കുന്നതാണ്. അതേ അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളൂ, ഖിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? കപ്പട, മീശ, 6 പാക്ക് ബോഡി, 6 ശമ്പളം, സിനിമാ നടന്റെ ലുക്ക് അല്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവൻ. ആ വാപ്പാന്റെ കൈ പിടിച്ചു കൊണ്ടുവന്നൊരു പെണ്ണിനെ കരയിപ്പിക്കാത്തവൻ. എന്തുകൊണ്ടാ ഹാമിദയെ കൈ പിടിച്ചെടുക്കുന്നത്? വാപ്പ ആ വാപ്പാക്ക് നോക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിലല്ല, ഈ വീട്ടിൽ ആളുകൂടിയതിന്റെ പേരിലുമല്ല. മറിച്ച് ഈ വാപ്പാർക്കറിയാം, കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ മണ്ണിന്റെ അടിക്ക് പോകും, അന്നിന്റെ മൊക്കൊരു കാവല് വേണം, എന്റെ മോളെ പരിപാലിക്കപ്പെടണം. ആ പ്രതീക്ഷയില സ്വന്തം വീട്ടിൽ കരട് പോലെ കൊണ്ടുനടന്ന ഒരു പെൺകുട്ടീനെ ഒരു വാപ്പ അറിയാത്ത വീട്ടിക്ക് കൈപിടിച്ചിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പൊരയിലിട്ട് കണ്ണീര് കുടിപ്പിച്ച പിന്നെ നമുക്ക് എത്ര ഭംഗിണ്ടായിട്ടെന്താ? നമ്മൾ നാട്ടുകാരുടെ എത്ര വലിയ സുജായിയായിട്ടെന്താ കാര്യം? ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെക്കാൾ 15 വയസ്സുള്ള മൂപ്പുള്ള ഖദീജ ബീവിയോട് ഏത് സ്നേഹം കാണിച്ചോ അതേ സ്നേഹം തന്നെ ആയിഷ ബീവിനോടും കാണിച്ചു. പ്രായത്തിന്റെയോ വയസ്സിന്റെയോ വ്യത്യാസം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് നമ്മുടെ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിച്ച്
ആ ഖദീജ ബീവിന്റെ കബറിലേക്ക് റസൂലുള്ള ഇറങ്ങി നിന്ന് മയ്യത്ത് താഴ്ത്തി വെച്ച്, എന്നിട്ടും കബറിന് കയറാത്ത റസൂലുള്ളാഹിനെ സഹാബാക്കൾ പിടിച്ചു വലിച്ച് മുകളിൽ കയറ്റിയപ്പോ 3 പിടി മണ്ണ് വാരിയിട്ട് കബറിലേക്ക് നോക്കി നെഞ്ചു പൊട്ടിക്കരയുന്ന പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടായിരുന്നോ ആ വൃദ്ധയോട്? അള്ളാന്റെ റസൂൽ ആ കബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ ഖദീജ വിട്ടുപോയ ഈ കൊല്ലത്തെക്കാളും സങ്കടമുള്ള ഒരു കൊല്ലെനിക്ക് വേറല്ല. ഒരു ഉമ്മല്ലാത്തിന്റെ ഉമ്മയായിരുന്നു ഖദീജ. ഒരു ഭാര്യയെ പോലെ സ്നേഹിച്ചു, ഒരു കാമുകിയെ പോലെ ഖദീജനെ കൊഞ്ചിച്ചു, ഒരു പൈതലിനെ പോലെ സ്നേഹിച്ചു. ആ ഖദീജക്ക് പകരം പടച്ചോൻ എന്ത് തന്നാലും മതിയാവൂല. മരിക്കുന്ന സെക്കൻഡിന് മുൻപ് ഖദീജ ബീവിയും മരണപ്പെടുന്ന സെക്കൻഡിൽ ആയിഷ ബീവിയും പ്രവാചകനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാന്റെ റസൂലേ, താങ്കളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്നാണ് ഞങ്ങളുടെ സ്വപ്നം. നമ്മളെ പറ്റി നമ്മളെ ഭാര്യമാരങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ആണത്തത്തിന് വില. അല്ലാണ്ട് ഈ ഊട്ടിയൊരുക്കുന്ന തറവാട് മഹിമയും പാരമ്പര്യമൊന്നും നമ്മളെ കബറിലേക്ക് വലിയ ഗുണം ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. ഞാൻ മരിച്ച എന്റെ മയ്യത്ത് നോക്കിയിട്ട് ഒരു തവണയെങ്കിലും അള്ളാനോട് അയാളിന്റെ ഒരു ഭാഗ്യായിരുന്നു റബ്ബേ, അയാളിന്റെ ഒരു വലിയ സൗഭാഗ്യായിരുന്നു റബ്ബേ എന്ന് നമ്മളെ ഭാര്യ നമ്മളെ സ്വഭാവം കൊണ്ട് പറഞ്ഞ അവനാ ഏറ്റവും നല്ല ആണ്. അങ്ങനെ ഒരു നല്ല ഭർത്താവാകാൻ, കുടുംബത്തെ സ്നേഹിക്കുന്ന, ഭാര്യയുടെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന നല്ലൊരു ഇണയും തുണയുമാകാൻ സഹോദരൻ നബീലിനെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കൂടെ സഹോദരി ഹാമിദയോടും മുഴുവൻ പെങ്ങന്മാരോടും, ആരമ്മാരി നല്ല പെണ്ണ്. വിവരല്ലാത്ത ഇന്നത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുക്കുന്ന വസ്ത്രം നോക്കിയിട്ടും വാപ്പ കൊടുക്കുന്ന ആഭരണത്തിന്റെ വലുപ്പവും തറവാടിന്റെ പോരിശയുമാണ്. കല്യാണത്തിന്റെ അന്ന് ചിലർ അടക്കം പറയും, നബീലിന്റെ ഭാഗ്യ അങ്ങനത്തെ ഒരു കുട്ടിനെ കിട്ടിയത്. കണ്ടിട്ടൊരു 10-50 പവനുണ്ട്, തരക്കേടില്ലാത്ത പൊരയ്യ. കല്യാണത്തിന്റെ 4ാമത്തെ ദിവസം കെട്ടിയ നബീലും കുടുംബക്കാരും മറ്റുള്ളവരോട് പറയുന്നു, എന്തൊക്കെ ഉണ്ടായിട്ടെന്താ, നല്ലൊരു സ്വഭാവ കുട്ടിക്കില്ല. സ്വന്തം കുടുംബത്തെ പോലെ ഭർത്താവിന്റെ കുടുംബത്തെ കാണുന്നില്ല. അവന്റെ സമാധാനത്തിന് വേണ്ടി അവള് ജീവിക്കുന്നില്ല. ഉമ്മാരെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഡിഗ്രി എന്താണെന്നറിയോ? ചില വാപ്പാര് ആവേശത്തോടെ പറയും, മുത്തോളി M.Tech, 2ാമത്തോളി MC. പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ എനിക്ക് 5 ലക്ഷം റുപ്യ കടാന്ന്. അതാണോ ഡിഗ്രി? കയറി ചെല്ലുന്ന ഭർത്താവിന്റെ വീട്ടിലെ വാപ്പനയിമ്മനെയും സ്വന്തം വാപ്പയിമ്മയായിട്ട് കാണലാ ഡിഗ്രി. അവന്റെ വരുമാനവും സ്വഭാവവും മനസ്സിലാക്കി അവന്റെ സന്തോഷത്തിന് വേണ്ടി കൂടെ നിൽക്കലാ ഡിഗ്രി. അങ്ങനെ ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ഒരാണും വേലി ചാടൂല, ഒരാണും കുടുംബം മറക്കൂല. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പം ബൈപ്പാസിന്റെ സൈഡിൽ 50 ഉറുപ്പ്യന്റെ ഓറഞ്ച് വൈറ്റ് ഒരുത്തന്റെ സങ്കടപ്പെടുന്നു. നേരം പൊറലിന്റെ മുൻപേ 70 ഉറുപ്പ്യന്റെ ബിരിയാണിന്റെ പെട്ടിയായിട്ടും വെയിലുള്ള മരുഭൂമിയിൽ അറബിന്റെ ആട്ടും തുപ്പുമേറ്റ് തട്ടിലുകളായ കട്ടിലിൽ കിടന്ന് ചോര നീരാക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ ആണുങ്ങൾ ഈ വേഷം കെട്ടുന്നറിയോ? ഉമ്മാരെ, നിങ്ങൾ പട്ടിണി കിടക്കാണ്ടിരിക്കാൻ, നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ. ഇപ്പോഴും നിങ്ങൾക്കുള്ള ഒരു ധൈര്യം എന്താണെന്നറിയോ? നിങ്ങൾ ആണ് ജീവിച്ചിരിപ്പുള്ളതാ. ഇപ്പോഴും നിങ്ങൾ കഴിച്ചതായിരുതാന്നറിയോ? ഒരാണ് വേർപ്പ് പറ്റിച്ചതാ. ഇപ്പോഴും നിങ്ങൾ ധരിച്ചതായിരുതാന്നറിയോ? ഒരാണ് ഊട്ടിയുരുക്കി കൊണ്ടുതന്നതാ. ആ ആണിനൊരു മനസ്സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് എത്ര മുഞ്ചുണ്ടായിട്ടെന്താ, എത്ര ഭംഗിയുണ്ടായിട്ടെന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നമ്മളെ ഉമ്മ ആയിഷ ബീവി നോക്കിയൊരു നോട്ടുണ്ട്. ഇന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹാനെ കല്യാണം കഴിച്ചതാ നാട്ടുകാർക്കല്ല, മറ്റുള്ളവർക്ക് പ്രശ്നം. പക്ഷേ ആയിഷ ബീവി ജീവിതത്തിൽ 75 വയസ്സിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂലിനെ പറ്റിച്ചതാ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കല്യാണം കഴിച്ച് പറ്റിച്ചതാന്ന്. കല്യാണം കഴിപ്പിച്ചു കൊടുത്ത സിദ്ദീഖുൽ അക്ബറിന്റെ കുടുംബം പറഞ്ഞിട്ടില്ല, റസൂലുള്ള ഞങ്ങളെ പറ്റിച്ചതാണ്. മരിക്കുന്നവരെ ആയിഷ ബീവി പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ച് കല്യാണം കഴിച്ചതാ. ആ മനസ്സറിഞ്ഞ് ആയിഷ ബീവി കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാ റബീഉൽ അവ്വൽ 12-ന് സൂര്യൻ ഉദിച്ച് അതിന്റെ ചൂടിങ്ങനെ വരുന്നതിന്റെ മുൻപേ പ്രവാചകന്റെ മുഖത്ത് വെപ്രാളം തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് ശ്വാസം മുട്ടൽ തുടങ്ങി. കയ്യിലുള്ള ഒരു തോർത്തുമുണ്ട് മുഖത്തേക്കിട്ട് മുഖത്തുനിന്ന് വലിച്ചു മാറ്റുന്ന റസൂലുള്ളാന്റെ വെപ്രാളം കണ്ട് ഓടി വന്ന ആയിഷ ബീവി അള്ളാന്റെ ഹബീബിനെടുത്ത് മടി കടത്തി ചോദിച്ച്, എന്താ റസൂലേ, എന്തിനാ ഇത്ര സങ്കടം? പ്രവാചകൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണം ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് ആയിഷ, അതിന്റെ വേദന ഞാൻ എന്റെ ശരീരത്തിൽ അറിയുന്നുണ്ട്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ സെക്കൻഡ് ആയി എന്നറിയുമ്പോൾ പിന്നെ ആയിഷ ബീവി എന്ന നമ്മളെ ഉമ്മ ചെയ്യുന്നത് എന്താണെന്നറിയോ? അള്ളാന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ വേഗം ചെയ്തു കൊടുക്കുക. റസൂലുള്ളാക്ക് ചൂട് അരികിൽ പച്ചവെള്ളം കൊണ്ടുവന്ന് അതിൽ നിന്ന് അല്പം എടുത്ത് റസൂലുള്ളാന്റെ മേലൊന്നാകെ തടവിക്കൊടുക്കും. പ്രവാചകന് ഭയങ്കര ഇഷ്ടമായിരുന്നു തണുത്ത വെള്ളം കൊണ്ട് മേലിങ്ങനെ ഇടക്കിടക്ക് തടവല്. പല്ല് തേച്ച് കയറി വരുന്ന ആങ്ങളന്റെ കൈമന്ന പല്ല് തേക്കുന്ന കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി അതിന്റെ മറുഭാഗം ചവച്ചരച്ച് റസൂലുള്ളാന്റെ പല്ല് എത്തിച്ചു കൊടുക്കുക. ശ്വാസം മുട്ടുന്നതിന്റെ ഇടക്ക് 3 തവണ. അള്ളാന്റെ റസൂൽ പുഞ്ചിരിയോട് ആയിഷാനോട് പറയും, ആയിഷ, ഇതെനിക്ക് ഒരുപാട് സന്തോഷമായി. അവസാനം ആയിഷ ബീവിന്റെ മടിക്കടന്ന് മരിച്ചോകുന്ന റസൂലുള്ളാനെ ആ മുഖം നോക്കി പ്രവാചകനെ തൊട്ട് ആയിഷ ബീവിക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടുള്ളൂ. റസൂലുള്ളാന്റെ ഒട്ടിയ വയറ് കണ്ടിട്ട് ആ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പടച്ചോൻ ഭാഗ്യം തന്നില്ലേലോ.
അത്രക്ക് സ്നേഹിച്ചിട്ടുണ്ട് അവര്. അതാ മനുഷ്യരെ പ്രണയം, അതാ സ്നേഹം. അല്ലാതെ കാണുന്ന സിനിമയും സീരിയലൊന്നും ജീവിതമല്ല. അതൊക്കെ പൈസ കൊടുത്തോന്ന് അഭിനയിച്ച് കാണിക്കുന്നതാണ്. മനസ്സറിഞ്ഞ് സ്വന്തം കുടുംബത്തെ സ്നേഹിക്കണം. സ്വന്തം പെണ്ണിന്റെ പരം ചെലവഴിക്കുന്ന ഒരു മിനിറ്റിന് അള്ളാന്റെ അടുത്ത് കൂലിയ. സ്വന്തം ആണിനോട് ഒരു മിനിറ്റ് കൊഞ്ചി അള്ളാന്റെ അടുത്ത് കൂലിയ. അതേ സമയത്ത് ടിവിന്റെ മുൻപിലിരുന്ന് അയൽപ്പക്കക്കാരനോട് കൊഞ്ചിയാലും ഫോണിലും അപ്പുറത്തുള്ളവനോട് കൊഞ്ചിയാലും കുറ്റം തന്നെയാണ്. കൊടുക്കേണ്ട സ്നേഹം കുടുംബത്തിൽ കൊടുക്കണം. പ്രണയിക്കേണ്ടത് കുടുംബത്തിലാണ്. പരസ്പരം തൃപ്തിപ്പെടുത്തേണ്ടത് കുടുംബത്തിലാണ്. നാട്ടുകാരെ മുഴുവനും തൃപ്തിപ്പെടുത്തും, സ്വന്തം പുരയിൽ തൃപ്തിപ്പെടുത്താൻ പലർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാഹിതയാകുന്ന സഹോദരി ഹാമിദയോട് പറയാനുള്ളതും ഭർത്താവിന്റെ മനസ്സും കുടുംബം അറിഞ്ഞ് കൂടെ നിൽക്കണം. ഇനി ഹാമിദക്ക് 2 വാപ്പയും മെയ്യ. കാരണം ഇസ്ലാം പഠിപ്പിച്ച ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രം ഭർത്താവിന്റെ വാപ്പയും മെയ്യും, അതോടൊപ്പം ഭാര്യന്റെ വാപ്പയും മെയ്യും. അതങ്ങനെ കണ്ട് സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കണം. ഇത്ര ലളിത ഇസ്ലാമിലെ വിവാഹം, ഇത്രേ ഉള്ളൂ വിവാഹം. ഈ വിവാഹത്തിനെ ആ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പൂരപ്പറമ്പാക്കുന്ന ചിലര് 10,000ന്റെ പടകം പൊട്ടിക്കുക, പാട്ട് വെച്ച് തുള്ളുക, JCBയിലും ഒട്ടകപ്പുറത്തും ശവപ്പെട്ടിയിലും ആനപ്പുറത്തും പുതിയാപ്പളനെ കൊണ്ടുവരിക, 10-20 ചെറുപ്പക്കാര് മഹർ കെട്ടാൻ വേണ്ടി ചെറുക്കന്റെ കൂടെ മണിയറയിൽ ഇടിച്ചു കയറുക, അവനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക, ആ പണം കൊണ്ട് മദ്യസൽക്കാരം നടത്തുക, ആദ്യ രാത്രി കൂടാൻ കാത്തിക്കുന്ന പെണ്ണിനെ റാഗിങ് ചെയ്ത് കരയിപ്പിക്കുക. അതൊക്കെ ഒന്ന് തീർന്നപ്പം പിന്നെ വേറെ മോഡലായി. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, മൈലാഞ്ചി കല്യാണം, വെറ്റില കല്യാണം. അതും തീർന്നപ്പോ ലേറ്റസ്റ്റ് വേറെ മോഡലായി. നിക്കാഹിന്റെ മുൻപ് സകല പാർക്കിലും ബീച്ചിലും കെട്ടി പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് സേവ് ദി ഡേറ്റ്. പടച്ചോന്റെ ബർക്കത്തൊന്നും ആർക്കും വേണ്ട. ഈ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണപ്പൊരു ഒരു മരിച്ച പൊരിയോലാക്കണമെന്നൊന്നുമില്ല. കുട്ടികൾ കളിക്കട്ടെ, തുള്ളട്ടെ, പാട്ട് പാടട്ടെ, ആഘോഷിക്കട്ടെ. ചെറുപ്പക്കാർ 5-8 ആൾക്കാർ കയ്യൊട്ടിയിട്ട് പിയാപ്പിളിനെ കൊണ്ടുവരലൊന്നും കുറ്റല്ല. ഒരേപോലുള്ള കുപ്പായിടലും കൂളിംഗ് ഗ്ലാസ് ധരിക്കലും ഒന്നും കുറ്റല്ല. പക്ഷെ പടച്ചോനെ മറക്കുന്ന വേദി ഉണ്ടാക്കുമ്പോൾ നമ്മളെ അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടായാൽ മതി. 10,000 രൂപ പൊട്ടിത്തീരുമ്പം 10 രൂപയ്ക്ക് ഇപ്പോഴും പയറിനും കഞ്ഞിക്കും പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കുന്നവനുണ്ട് ഹോസ്പിറ്റലിന്റെ മുൻപിൽ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് വെപ്രാളപ്പെടുന്നവര്. ഓരോ മണിക്കൂറിലും 3 പേര് മരിക്കുന്ന ഒരു ലോകത്താണ് ഞാനുങ്ങളും താമസിക്കുന്നത്. ആയക്കടലിലെ ഉപ്പുവെള്ളവും മത്സ്യങ്ങളും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, ഇവരൊക്കെ ഈ ദുനിയാവിൽ ഉണ്ടാകുമ്പം പണം കൊണ്ട് പടച്ചവനെ വെല്ലുവിളിക്കാൻ നമ്മൾ ആരുമല്ലാന്ന് ബോധ്യപ്പെടാൻ എന്റെ ഈ ഒരു 15 മിനിറ്റിന്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന ഒരു വിവാഹം അള്ളാഹുവിന്റെ അരികിലുള്ള ഏറ്റവും നല്ല ഇണകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, കണ്ണിന് കുളിർമ നൽകുന്ന സ്വാലിഹീങ്ങളായ മക്കളെ, നല്ല ആളുകൾക്ക് ഇമാമാക്കാൻ പറ്റുന്ന സന്താനങ്ങളെ ഈ ഇണകൾക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന നല്ല ഭാര്യ ഭർത്താക്കന്മാരും കുടുംബവുമാകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അവസാനമായി നിക്കാഹിന് കയ്യു പിടിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും 3 തവണ പ്രാർത്ഥിക്കണം. ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജമഅ ബൈനകുമാ ഫീ ഖൈർ. അതിനുശേഷം ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പറയണം അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹും വറഹംഹും വബാരിക് ഫീമാ റസഖ്തഹും. അല്ലാഹുവേ, ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കൊരു പിടി ഭക്ഷണം തന്നതിന്റെ കൂലി കൂടി ഈ കുടുംബങ്ങൾക്ക് ഇങ്ങി കൊടുക്കണേ റബ്ബേ. ഒരു കല്യാണത്തിന് വന്ന് ഇത് രണ്ടും ചൊല്ലാതെ പോകുമ്പോൾ അള്ളാഹ് മലക്കളോട് പരിചയപ്പെടുത്തുന്ന ഒരു ഗുണമില്ലാണ്ട് വന്ന് തിന്നു പോണത് കണ്ടോ? ഈ പ്രാർത്ഥനയൊന്നും ആർക്കും വേണ്ട, ആർക്കും അറിയേയില്ല, ആരും പഠിക്കാനും ശ്രമിക്കുന്നില്ല. കുറ്റപ്പെടുത്തിയതല്ല. ഈ കല്യാണം പോലെ ഏത് കല്യാണത്തിൽ പങ്കെടുക്കുമ്പോഴും മറക്കാതിരിക്കുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.